ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽട്ടായി നല്ല ഗോൾഡൻ കളറായി വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ ഇളക്കേണ്ടതില്ല, ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇളക്കിയാൽ മതിയാകും. പഞ്ചസാര ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. വളരെ പതിയെ മാത്രം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കട്ട പിടിച്ചിട്ടുള്ള കാരമലൈസൊക്കെ വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കണം. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിടാം. ഇതിലേക്ക് 3 പീസ് കറുവപ്പട്ടയും 1 ഏലക്കായും ഇട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു തവണ അരിപ്പയിലിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ക്യാരറ്റും വേണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഈന്തപ്പഴം ചോപ്പ് ചെയ്തതും പിന്നെ ബദാമും മുന്തിരിയും കട്ട് ചെയ്ത ചെറിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്താലും മതി. ചെറുതായി ഒന്ന് പതഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര 1 കപ്പ് അളവിൽ അല്പമായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് നേരത്തെ പഞ്ചസാര കാരമലൈസ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതെല്ലാം കൂടി ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. അല്പമായി ഇട്ട് കൊടുത്താൽ മതിയാകും. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ദാ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ കാഷ്യൂനട്ടും ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1 മണിക്കൂർ ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഓവൻ ഉള്ളവരാണെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കറക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം പുറത്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.